നമസ്തേ. കുന്നത്ത് വിളാകത്ത് ശ്രീ മഹാഗണപതി ക്ഷേത്രം, കുരുത്തോല ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രം നമ്മുടെ അച്ഛൻ്റെയൊക്കെ കുടുംബക്ഷേത്രമാണ്. ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി ഇന്ന് നമ്മളൊരു ബന്ധുക്കളുടെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വിഗ്രഹമില്ലാതെ നമ്മൾ ഗണപതിക്ക് പൂജയും വിളക്കും മാസം തോറും നടത്തുമായിരുന്നു. അവസാനം ചെന്നൊക്കെ നോക്കിയപ്പോൾ ഗണപതിക്ക് ഇരിക്കണം. അപ്പോൾ എൻ്റെ മൂത്തിമ്മ കൊച്ചുങ്ങൾ അമ്പലം പണത് ഇരുത്തി. ഞാൻ ഇളയമേല മോളാണ്. പിന്നെ ഇനിയൊക്കെ എന്തൊരു പറയുന്ന പഴയ ചരിത്രമാണ് പറയണത്. നമുക്ക് ഇങ്ങനെ ഒരു ഗണപതി പണ്ടേ അമ്മ വെച്ചാരാകാനും പൂജയും ചെയ്തുകൊണ്ടിരുന്ന അമ്പലമായിട്ടില്ലായിരുന്നു. ഇത്രയൊക്കെ പിടിച്ച് പൂജ ചെയ്തുകൊണ്ട് നടന്ന് നമ്മുടെ ദോഷങ്ങളൊക്കെ തീർത്ത് തന്ന ഗണപതി. അപ്പം എൻ്റെ മൂത്തേമ്മ ഈ അമ്പലം പണിയിച്ച്, മൂത്തേമ്മയും മക്കളെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ സ്ഥലം ഇളയമ്മയ്ക്കുള്ളതും ബാക്കിയുള്ള ചിലവുകളെല്ലാം എൻ്റെ മൂത്തേമ്മ ചെയ്തു. നമ്മളെ കുടുംബ അമ്പലമായ ഗണപതി അമ്പലം നമുക്ക് വളരെ വിശ്വാസമാണ്. ഇവിടെ മാസം തോറും പൂജകളൊക്കെ നടക്കുന്നു. ഇതിലെ പൂജയാണ് ഗിരിജയുടെ മകളാണ് നടത്തുന്നത്. അങ്ങനെ എല്ലാ മാസവും വരും. ഇപ്പോൾ ഇന്നൊരു പൊങ്കാലയും കൂടെ ഇടാമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എത്തി. നമ്മളെ ഗണപതിക്ക് പുരോഗമനമൊന്നും ഇല്ലാതെ കിടക്കണം. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഇന്നൊരു കമ്മിറ്റിയായിട്ട് നടത്താമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ചവരാരും എത്തിയില്ല. എല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ വന്നത്. ആരും എത്തിയില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടെ ഒരു ചെറിയ ഒരു കമ്മിറ്റിയൊക്കെ കൂടി ഞങ്ങൾ പിരിയും. ചാച്ചിയിലൂടെ വന്ന് പൊങ്കാല ഇടാമെന്ന് ഇവിടെ കമ്മിറ്റിയൊക്കെ കൂടുന്നു. എല്ലാവരും പറഞ്ഞു ഗണപതി ഭഗവാൻ രക്ഷിക്കട്ടെ. പൊങ്കാല ഇടുന്നുണ്ട്, പൂജയുണ്ട്, വിളക്കുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും കൂടി കമ്മിറ്റി തീരുമാനിച്ച് എന്നും ഒരു പൂജയ്ക്ക് വേണ്ടി, വിളക്കിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് എനിക്ക് സന്തോഷം. കർക്കിടകം 2 ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്ന് പൂജ നടക്കുകയാണ്. എല്ലാവരുമൊക്കെ ഒക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യമൊക്കെ നല്ല രീതിയിലായി പോകാനൊക്കെ എല്ലാവരും തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ നല്ല പുരോഗമനം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ശേഷം ചാനലിൻ്റെ തീർത്ഥയാത്ര എന്ന പ്രോഗ്രാമുമായിട്ട് വീണ്ടും വരാം. നമസ്കാരം.